Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നലെ വിപണിയെ സംബന്ധിച്ച് അവധിയായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച്. അതിന് മുമ്പത്തെ ഒരു ദിവസം ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കണ്ടത് തുടക്ക സമയത്തിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലൊക്കെ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ കൂടി പിന്നീട് അത് നിലനിർത്താൻ സാധിക്കാതെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഇന്നും ഒരു നേരിയ ഇടിവിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26,109 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 59,113 എന്നൊരു നിലയിലുമാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു അവസാന ട്രേഡിൻ്റെ ഒരു റാലി അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു. പ്രധാനപ്പെട്ട 3 ഇൻഡെക്സുകളൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല S&P 500 സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനായിട്ട് സാധിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗുമായിരുന്നു കാണാൻ സാധിച്ചത്. സൂരജ് സാർ, ഏതായാലും മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്കിന്ന് കാര്യമായൊരു ക്യൂസ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വലിയ ചലനമില്ലാതുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ന്യൂസിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ US-ൻ്റെ ISS ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ളൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? വിഷ്ണു പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറിലേക്ക് നമ്മൾ വരുമ്പോൾ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ വോളിയൂംസ് വളരെ തിന്നാണ് എന്നുള്ള വലിയ രീതിയിൽ വോളിയം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു മിനിങ്ങാന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നോർമൽ വോളിയത്തിനേക്കാളും ഏതാണ്ട് 40% ഡൗൺ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലെ വോളിയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇന്നും കൂടെയുള്ളൂ ഈ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഡേ, അത് കഴിഞ്ഞ് 2 ദിവസം ഹോളിഡേ ആണ്. അതായത് ഇനി അങ്ങോട്ട് ന്യൂ ഇയറിലേക്ക് വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉള്ളൂ. അതിൽ 2 ദിവസം തന്നെ ഹോളിഡേ ആണ് എന്നുള്ള. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റായിട്ട് ഈ പോർട്ട്ഫോളിയോസ് ഒക്കെ ഇല്ലേ, അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ പോർട്ട്ഫോളിയോസൊക്കെ കൂടുതലും സ്മോൾ മിഡ് ക്യാപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസിൻ്റെ NAV ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ചെറിയ ജമ്പ് ഈ സ്മോൾ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ എല്ലാ കൊല്ലവും അങ്ങനെ നടക്കാറുണ്ട്. ഈ കൊല്ലം നടക്കും ഇല്ലെന്നറിയില്ല. എല്ലാ കൊല്ലവും സാധാരണ അവസാനമാകുമ്പോൾ ഇതൊന്ന് പൊക്കി കാണിക്കാൻ വേണ്ടി, അതായത് അവർ ഏതായാലും ഇയർ എൻഡിൻ്റെ റിപ്പോർട്ട് അവരുടെ ക്ലയൻസിന് കാണിക്കണമല്ലോ. ഇത് മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും കൂടുതൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് കൂടുതലും നല്ലൊരു വിഭാഗം മ്യൂച്വൽ ഫണ്ട്സും ഇൻഡെക്സ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി ബേസ്ഡ് സ്റ്റോക്കുകളിലോ സെൻസെക്സ് സ്റ്റോക്കുകളിലോ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടി നിഫ്റ്റിയുടെ ഔട്ട്സൈഡുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമായിരിക്കും കൂടുതലും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനികൾ സ്വീകരിക്കുക. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു യൂണിറ്റ് മേടിക്കാൻ 1,500 രൂപ മുതൽ മേടിച്ച് തുടങ്ങാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ള. എന്നാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സാധാരണ മാർക്കറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസിനെക്കാട്ടിലും കുറച്ച് നല്ല രീതിയിൽ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് PMS, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷമാണ്. ഇത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. അപ്പോൾ ആരെങ്കിലും 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനീസ് അവർക്ക് വേണ്ടി ഒരു ടൈലർ മെയ്ഡ് പോർട്ട്ഫോളിയോ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മേടിച്ചാലും വിഷ്ണു മേടിച്ചാലും നമ്മളെല്ലാവരും ആ യൂണിറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യണത് സെയിം സെറ്റ് ഓഫ് സ്റ്റോക്കാണ് അല്ലേ. എന്നാൽ PMS അങ്ങനെയല്ല. PMS എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ടൈലർ മെയ്ഡായിട്ട് ബീസ്പോക്കായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ ഹംഗ്രി ഫോർ മോർ റിട്ടേൺസ് ദാൻ ജനറൽ മാർക്കറ്റ് ആസ് വെൽ ആസ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ളവരാണ് PMS കമ്പനീസിന് പോകുന്നത്. അപ്പോൾ അത് കൂടുതലും സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇന്ത്യയിൽ PMS കമ്പനീസിലുള്ളത് കാരണം മിക്കവാറും ഒരു മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആ വക സ്റ്റോക്കുകളിൽ നടക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മൂവായിട്ട് നമ്മൾ എടുക്കരുത് എന്നുള്ള രീതിയിൽ നടക്കുകയാണെങ്കിൽ, എനിക്കറിയില്ല നടക്കുകയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ മുംബൈ മാത്രമല്ല, ഞാനത് മുംബൈ ചേർത്ത് വെച്ച് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൻ്റെ തന്നെ വലിയൊരു മൈൽ സ്റ്റോൺ നമുക്ക് December 25 നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബേസിക്കലി ഒന്നുമല്ല, നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് NMIA പുതിയ എയർപോർട്ട്. ഇത് നേരത്തെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്താണ്. അത് ഇന്നലെ ലൈവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് ഫ്ലൈറ്റ് ഏതാണ്ട് 8 മണി, രാവിലെ 8 മണിയോടുകൂടി ഫസ്റ്റ് ഫ്ലൈറ്റ്
ഇൻഡിഗോ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഈ പുതിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്താണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് വന്നതെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഫ്ലൈറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിനൊരു സെറിമോണിയൽ വാട്ടർ ക്യാനൺ സല്യൂട്ടൊക്കെ ഉണ്ട്. അതായത് ആ നിങ്ങൾ നേരെ ടാക്സി വേ കൂടെ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ വാട്ടർ സ്പ്ലാഷ് ചെയ്തിട്ട് അങ്ങനെയാണ് അതിനെ വെൽക്കം ചെയ്യണത്. സെറിമോണിയൽ വെൽക്കം എന്ന് നമ്മൾ സാധാരണ പറയും. അതൊക്കെ ഇന്നലെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഔട്ട് ബൗണ്ടായിട്ട്, അതായത് ഇൻഡിഗോ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ വന്നാണ് ഈ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടന്നതെങ്കിൽ അത് 8 മണിയോടാണെങ്കിൽ 8:40 മുംബൈ ഹൈദരാബാദ് ഫ്ലൈറ്റ് ഈ പുതിയ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം വെച്ചാൽ ഇത് വളരെ വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. കാര്യം ഓൾറെഡി മുംബൈ ഛത്രപതി ശിവജി എയർപോർട്ട് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ക്ലോക്ക്ഡ് ആയിരുന്നു. അതിൻ്റെ ഒരു റൺവേ മാത്രമേ ഓപ്പറേഷനിലായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആ സമയത്ത് ഈ പറഞ്ഞ NMIA നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഫസ്റ്റ് ഡേ തന്നെ ഏതാണ്ട് 48 ഫ്ലൈറ്റ്സ് ഏതാണ്ട് 9 ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻ കണക്ട് ചെയ്ത് 4000 പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു ഇൻഫർമേഷൻ വെറും ഒരു എയർപോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്കറിയാലോ നവി മുംബൈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അഡാനിയുടെ കീഴിൽ വരുന്നതാണ്. അതായത് എനിക്കൊന്ന് അഡാനി എൻ്റർപ്രൈസസിൻ്റെ കീഴിലായിരിക്കണം ഈ എയർപോർട്ട് അസറ്റ്സ് ഒക്കെ വരുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടുണ്ട്, ഛത്രപതി ശിവജി എയർപോർട്ടുണ്ട്, ഇത് കൂടാതെ നവി മുംബൈ പുതിയ എയർപോർട്ടും ഉണ്ട്. ഇതൊരു വെറും ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ടോ അല്ലെങ്കിൽ ബോംബെയിലെ ഒരു എയർപോർട്ട് ഡെവലപ്മെൻ്റ് ആയിട്ടോ ഇതിനെ ഞാൻ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന എന്ത് ന്യൂസിന് പുറകിൽ ഒരു സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അഡാനി എയർപോർട്ടിന് ഒരു പുതിയൊരു റവന്യൂ, അതായത് അഡാനി എൻ്റർപ്രൈസസിന് ഒരു പുതിയൊരു റവന്യൂ സ്ട്രീമും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു വശത്തൂടി കാണുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വേറൊരു ന്യൂസ് വായിച്ചതാണ്. അതായത് മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് CSMIA. അപ്പോൾ ആ എയർപോർട്ടുണ്ട്, ഇപ്പം നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. അപ്പോൾ ഛത്രപതി ശിവജി എയർപോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ മോസ്റ്റ് ലാൻഡ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് വളരെ ലാൻഡ് കുറവാണ്, കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള എയർപോർട്ടാണ്. കാര്യം അതിനൊരു ഡെവലപ്പ് ചെയ്ത് പുതിയ റൺവേ ഒക്കെ കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ്. ഒന്നാമത് അതിനകത്ത് ഏതാണ്ട് സിംഗിൾ റൺവേ മാത്രമേ ഉള്ളൂ. 55 മില്യൺ പാസഞ്ചേഴ്സിനെ ആനുവലി ഹാൻഡിൽ ചെയ്യുന്ന എയർപോർട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അഡാനി തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഈ ഛത്രപതി ശിവജി എയർപോർട്ടിനെ കുറിച്ച്. അതായത് കാർഗോ ഫ്ലൈറ്റ്സ് ഓഗസ്റ്റ് 2026 മുതൽ മെയ് 2027 വരെ, അതായത് ഏതാണ്ട് 10 മാസത്തോളം കാർഗോ ഫ്ലൈറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് പഴയ എയർപോർട്ടിൽ. അതായത് ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആ കാർഗോ ഫ്ലൈറ്റ്സ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവരെ റൺവേ ഒന്ന് റീകാർപ്പറ്റ് ചെയ്യണം, ഈ ടാക്സി വേ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണം, ഏപ്രൺ ഏരിയ, അതായത് ഈ ഫ്ലൈറ്റ് പാർക്ക് ചെയ്ത് കിടക്കുന്ന ഏപ്രൺ ഏരിയയൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യണം. അത് മാത്രമല്ല ഈ ഏപ്രൺ ഏരിയയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കാർഗോ ഫ്ലൈറ്റ്സിന് ലോഡ് ചെയ്യാനോ റീലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ വക മെയിൻ്റനൻസും റിനോവേഷനും നടക്കുന്നതുകൊണ്ട് കാർഗോ ഫ്ലൈറ്റ്സ് 10 മാസത്തേക്ക്, അതായത് അടുത്ത കൊല്ലം ഓഗസ്റ്റ് 2026 മുതൽ മെയ് 2027 വരെ ഒരു ടെമ്പററി ക്ലോഷറിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഏതാണ്ട് ഈ ഛത്രപതി CSMIA ആ എയർപോർട്ട് എന്ന് പറയുന്നത് 8.9 lakh ടൺ ഓഫ് കാർഗോ, അതായത് 2024-25, ഇപ്പോൾ 25-26 കഴിഞ്ഞിട്ടില്ലല്ലോ, 24-25 വെച്ച് നോക്കുകയാണെങ്കിൽ 8.9 lakh crore ടൺ ഓഫ് കാർഗോ ഹാൻഡിൽ ചെയ്ത എയർപോർട്ടാണ് ഈ പഴയ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കാർഗോ ഹാൻഡ്ലിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഹബ്ബാണ് ബോംബെ എയർപോർട്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നില്ല. ഞാൻ എന്തുകൊണ്ട് ആ പഴയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ കാർഗോ ഷട്ട് ഡൗൺ ചെയ്തതിൻ്റെ കാര്യവും ഇന്നലെ പിന്നെ പുതിയ നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയത് തന്നെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഛത്രപതി ശിവജി എയർപോർട്ടിൻ്റെ ഈ കാർഗോ ഹാൻഡ്ലിംഗ് ഷട്ട് ഡൗൺ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റഡ് കമ്പനിയായ ബ്ലൂ ഡാർട്ട്, ഈ ബ്ലൂ ഡാർട്ടിന് ശരിക്കും പറഞ്ഞാൽ ഈ കാർഗോ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ CSMIAയിലാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് 4300 സ്ക്വയർ മീറ്ററിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർഗോ ഫെസിലിറ്റി ഉണ്ട്. 4300 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ട്. അത്രയ്ക്ക്, അതായത് നമ്മളിപ്പോൾ ആ എയർപോർട്ടിൽ നമ്മൾ ഒന്ന് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്ത് ടാക്സി വേ കൂടി നമ്മൾ ഫ്ലൈറ്റ് ഒന്ന് പോകാൻ നേരത്ത് നമുക്ക് ഈ ബ്ലൂ ഡാർട്ടിൻ്റെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ കിടക്കുന്നത് കാരണം വലിയൊരു ഹബ്ബായിട്ടാണ് ഈ മുംബൈ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ബ്ലൂ സ്റ്റാറിൻ്റെ ഈ 24-25-26 കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ എയർ കാർഗോ വഴിയുള്ള ബ്ലൂ ഡാർട്ടിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 60-65%. ബ്ലൂ ഡാർട്ടിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ 30-35% മാത്രമേ ഉള്ളൂ സർഫസ് കാർഗോ.
ബാക്കി എല്ലാവരുടെ ഈ എയർ കാർഗോ വഴിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ ബ്ലൂ ഡാർട്ടിനെ സംബന്ധിച്ച് എയർ കാർഗോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു അവരുടെ ടോട്ടൽ കൺസോളിഡേറ്റഡ് റവന്യൂ 24-25 കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ അവർക്ക് ടോട്ടൽ റവന്യൂ 5,720 crores ആണ് ബ്ലൂ ഡാർട്ടിന് കിട്ടിയിരിക്കുന്നത്. അതിൽ എയർ കാർഗോ എന്ന് പറയുന്നത് 3,700 തൊട്ട് 4,000 വരെയാണ്. അതായത് 2/3 ഓഫ് ദെയർ റവന്യൂ ഈസ് ഫ്രം എയർ കാർഗോ എന്നുള്ളത്. അപ്പോൾ ഇത് അവരുടെ ഓപ്പറേഷനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവെ ആൾക്കാർക്ക് വരും. കാര്യം എന്ന് വെച്ചാൽ കാർഗോ ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഏതാണ്ട് കാർഗോ ഓപ്പറേഷൻസ് നെക്സ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 10 monthsലേക്ക് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് ബ്ലൂ ഡാർട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാര്യം ബ്ലൂ ഡാർട്ട് ഓപ്പറേറ്റ് നൈറ്റ് ഫ്രൈറ്റർ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഛത്രപതി ശിവജിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്തത്. നൈറ്റ് ഫ്രൈറ്റർ അതായത് അവർ രാത്രിയും വെളുപ്പാങ്കാലം കൊണ്ടാണ് കൂടുതലും കാർഗോ ഓപ്പറേഷൻസ് അവർ നടത്തുന്നത്. അതുകൊണ്ട് എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാം. ഇതൊരു കുറേ ഷിപ്മെൻ്റ് ആണല്ലോ ഇവർ കൂടുതൽ നടത്തുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ബ്ലൂ ഡാർട്ട് 2 രീതിയിൽ കാർഗോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരുടെ സ്വന്തം എയർക്രാഫ്റ്റ്, രണ്ടാമത് വേറെ എയർക്രാഫ്റ്റിൻ്റെ ബെല്ലി ഉപയോഗിച്ച്. ഇപ്പോൾ ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിൻ്റെ ബെല്ലിയിൽ ഇവരുടെ കാര്യങ്ങൾ കൂടുതലും ചെറിയ ചെറിയ പാർസൽസ് ആണെങ്കിൽ അത് ലോഡ് ചെയ്തിട്ടും അവർ നടക്കുന്നുണ്ടെന്നില്ല. അപ്പോൾ ഈ പഴയ എയർപോർട്ടിൽ കാർഗോ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒന്ന് ടെമ്പറലി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ബെല്ലി ഓപ്പറേഷൻസ് നടക്കും. ബട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏപ്രിലിലേക്കുള്ള ഈ ലോഡിങ് അൺലോഡിങ് നടക്കാത്തതുകൊണ്ട് അവർക്ക് ചെറിയൊരു ഹിറ്റ് വരും എന്നുള്ളൊരു സംശയം പറഞ്ഞിരുന്നു എന്നുള്ള. എന്നാൽ ഈ നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് സാധാരണ നമ്മൾ ഡിസംബർ 25 നടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യയിൽ ഒരു കാര്യം നടക്കാതെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ഏതായാലും അത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം വെച്ചാൽ നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർഗോ ടെർമിനൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാർഗോ ഹാൻഡ്ലിംഗ് ഹബ്ബും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് ബ്ലൂ ഡാർട്ടിന് ഇനി അതുവഴി ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയാണ് എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഈ പറയുന്ന പോലെ ഈ ഒരു ക്ലോഷർ, അതായത് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ക്ലോഷർ ബ്ലൂ ഡാർട്ടിനെ ബാധിക്കാൻ സാധ്യതയില്ല. എന്നാൽ അത് നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു കപ്പാസിറ്റി ഇൻക്രീസ് ആയിരിക്കും ചിലപ്പോൾ ബ്ലൂ ഡാർട്ടിനെ സംബന്ധിച്ച് വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. ഞാൻ ഈ ന്യൂസിൻ്റെ പുറകിൽ ഏതെങ്കിലും സ്റ്റോക്കിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ളത്. ഏതായാലും ഡിസംബർ 25 കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയത് തന്നെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പഴയ എയർപോർട്ട് ഓൾറെഡി ക്ലോക്ക്ഡ് ആയിരുന്നു, കപ്പാസിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ള. ഇത് വലുതാവും തോറും പുതിയ എയർപോർട്ട് വരും തോറും ട്രാവൽ, ടൂറിസം, ഏവിയേഷൻ സെക്ടറിൽ കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ നമുക്ക് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണെന്നുള്ളതാണ്. ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമുക്കറിയാമല്ലോ, സാന്റാക്ലോസ് റാലി US തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വാൾ സ്ട്രീറ്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിനിങ്ങാന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രങ്കേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേ ആയിരുന്നു. കാര്യം കൂടുതൽ ആൾക്കാർ ഹോളിഡേ പോകുന്ന ഒരു സമയമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. S&P 500 ഡൗ ജോൺസും ക്രിസ്മസ് ഈവിന് ആ ട്രങ്കേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേയിൽ പുതിയ ഓൾ ടൈം ഹൈ, അതായത് റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് S&P 500 0.3% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.2% അപ്പായിരുന്നു, ഡൗ 0.6% അപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ S&P 500 2025 മാത്രം സോളിഡ് 18% റിട്ടേൺ ആണ്. അതായത് 3rd കൺസിക്യൂട്ടീവ് ഇയർ ഓഫ് പോസിറ്റീവ് റിട്ടേൺ S&P 500 തന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് പല മാർക്കറ്റുകളും ഹോൾഡ് ചെയ്യണം. ഇന്ന് ബോക്സിംഗ് ഡേ എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ബോക്സിംഗ് ഡേ എന്താണെന്ന്. US ഹാഫ് ഡേ ആണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ബട്ട് പല മാർക്കറ്റും ഹോളിഡേ ആണെന്നുള്ളത്. അതായത് മേജർ മാർക്കറ്റായ ഓസ്ട്രേലിയ, ഹോങ്കോങ്, UK, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ ഏതാണ്ട് ഫുൾ ഹോളിഡേ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. US കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ US മാർക്കറ്റിൽ ഈ നമ്മൾ പറഞ്ഞല്ലോ S&P 500 ഡോവും റെക്കോർഡ് ഹൈ എത്തുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ, അതായത് US മാർക്കറ്റിൽ ഹിറ്റായ സ്റ്റോക്ക് നൈക്കി ആണെന്ന് നമ്മൾ പല പ്രാവശ്യം അതിൻ്റെ ഏർണിങ്സ് വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഏതാണ്ട് 10% ഡൗൺ ആയിരുന്നു. കാര്യം ചൈന എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ സെയിൽസ് ഭയങ്കരമായിട്ട് നൈക്കിയെ ഇമ്പാക്ട് ചെയ്തു എന്നറിയാം. നമുക്കറിയാലോ നൈക്കി എന്ന് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. നൈക്കി, പൂമ, ആഡിഡാസ് ഈ പറയുന്ന പോലെ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്പോർട്സ് ബ്രാൻഡ്സ് ആണ് നമ്മുടെയൊക്കെ ലൈഫിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ഈ നൈക്കി ഡൗൺ ആകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതായത് മാർക്കറ്റിലൊരു വലിയൊരു കോട്ടുണ്ട്. അതായത് കാരൽ ജെ ലൂമസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു വലിയൊരു കോട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത്
great investment opportunities come around when excellent companies are surrounded by unusual circumstances that cause the stock to be mispriced. അതായത് നല്ല ബിസിനസ്സുകൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഒരു വൺ ടൈം കാരണങ്ങളാൽ ആ സ്റ്റോക്ക് താഴെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു എക്സലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് എന്നുള്ളത്. അപ്പം നൈക്കിയെ സംബന്ധിച്ച് നമുക്കറിയാലോ, നൈക്കി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതൊരു ടെമ്പററി ഇഷ്യൂവിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിൻ്റെ റീസ്ട്രക്ചറിങ് പ്ലാൻസും ഒന്ന് റീഓർഗനൈസ് ചെയ്യാനൊക്കെ അതിൻ്റെ CEO ഏലിയട്ട് ഹിൽ ഒരു ടേൺ അറൗണ്ടിന് വേണ്ടിയിട്ട് എല്ലാം ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. ബട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏർണിങ്സ് വന്നപ്പോൾ അവർക്ക് ചൈനയുടെ സെയിൽസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയത് കാരണം ആ സ്റ്റോക്ക് അന്നത്തെ ദിവസം തന്നെ 10% ഡൗൺ ആയിരുന്നു. അതുമാത്രമല്ല 2025 കലണ്ടർ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ടുഗദർ നൈക്കി ഏതാണ്ട് 25% ഡൗൺ ആയിരുന്നു. ലാസ്റ്റ് 3 to 4 months അത്ര ഡൗൺ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊരു വീക്കിൽ ശ്രമിക്കണം, കഴിഞ്ഞ വീക്ക് നോക്കുമ്പോൾ 12% ഒരു ഇടിവായിരുന്നു. 12% ഇടിവായിരുന്നു. അപ്പോൾ ഈ നൈക്കി സ്റ്റോക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എക്സലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കംസ് വെൻ എക്സലൻറ്റ് ബിസിനസ്സസ് ആർ സറൗണ്ടഡ് ബൈ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ്. ആ പറഞ്ഞ പോലെ തന്നെ ടിം കുക്ക് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ CEO ഈസ് പർച്ചേസിങ്, അതായത് പർച്ചേസിങ് സ്റ്റോക്ക് ഓഫ് നൈക്കി ഓൺ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. അതായത് അദ്ദേഹം വ്യക്തിപരമായിട്ട് നൈക്കിയുടെ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യണമെന്നുള്ളൊരു ന്യൂസ് പുറത്തോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് സിൻസ് 2005 മുതൽ ഈ നൈക്കിയുടെ ബോർഡ് മെമ്പറാണ്. 2016 തൊട്ട് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിരുന്നു എന്നുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ CEO ഏലിയട്ട് ഹിൽ, നൈക്കിയുടെ CEO ഏലിയട്ട് ഹിലിൻ്റെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് ക്ലാസിക് ആയിട്ടുള്ളൊരു ബിസിനസ് ഒരു വൺ ടൈം ഹിറ്റ് കാരണം താഴേക്ക് പോയത് കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അദ്ദേഹം അവിടുത്തെ ഷെയർസ് ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മേടിക്കുന്നു എന്നുള്ള ന്യൂസാണ് നമുക്ക് വരുന്നത് എന്നുള്ള. അതുമാത്രമല്ല റോബർട്ട് സ്വാൻ എന്ന് പറയുന്ന വേറൊരു ഡയറക്ടറും കൂടി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസ് വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു നൈക്കിയുടെ സ്റ്റോക്ക് ഒന്ന് നേരെ തിരിഞ്ഞു, ഒന്ന് ടേൺ അറൗണ്ട് ചെയ്ത് 4 to 5% അപ്പായിരുന്നു ലാസ്റ്റ് ഞാൻ ട്രേഡിംഗ് നോക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വളരെ എന്താ പറയുക ഒരു രസകരമായിട്ടുള്ള കാര്യം. ആപ്പിൾ CEO നൈക്കിയുടെ ഷെയർസ് മേടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻ്റ് അല്ലേ. നമുക്കത് അങ്ങനെ എഴുതി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാര്യം ഒരു ആപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഫിലോസഫി എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ബേസിസിൽ ഇതും കൂടെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ ആപ്പിളിൻ്റെ കാര്യം പറയുന്നതോടുകൂടി തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ അയട്ടയില്ലേ, അയട്ട എന്ന് പറഞ്ഞാൽ ഈ പൊതുവേ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഉള്ള ഒരു എന്താ പറയുക ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയട്ടയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് അയട്ടയുടെ എനിക്ക് തോന്നുന്നു ചെയർമാൻ ആണെന്ന് തോന്നുന്നു, അയട്ടയുടെ ആ ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ഞാൻ ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് ചേർത്ത് പറയുന്നത് എന്നുള്ളത്. അതായത് ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഫാൻറ്റാസ്റ്റിക് വേ, അതായത് അയട്ട ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ഡയറക്ടർ ജനറൽ മിസ്റ്റർ വില്ലി വാൾഷ് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഈ ആപ്പിൾ പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഗ്ലോബലി 360 എയർലൈൻസ് ഉണ്ട് വേൾഡ് വൈഡ്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 360 എയർലൈൻസ് 360 എയർലൈൻസ് വേൾഡ് വൈഡായിട്ട് ഉണ്ട്. അതിൽ ഗ്ലോബൽ എയർലൈൻ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $41 ബില്യൺ. അപ്പോൾ ഈ 360 എയർലൈനും കൂടെ ചേർന്ന് $41 ബില്യൺ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ അയട്ടയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള മിസ്റ്റർ വില്ലി വാഷ് പറയും. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഏതാണ്ട് ടോട്ടൽ പാസഞ്ചേഴ്സ് 5.2 ബില്യൺ. അപ്പോൾ 360 എയർലൈൻ, ആ എയർലൈൻ എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $41 ബില്യൺ, ഹാൻഡിൽ ചെയ്യണത് 5.2 ബില്യൺ പാസഞ്ചേഴ്സ്. അതൊരു റെക്കോർഡ് ഹൈ ആയിട്ടുള്ളൊരു പാസഞ്ചർ നമ്പറാണ്. അപ്പോൾ അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ പെർ പാസഞ്ചർ ഗ്ലോബൽ എയർലൈൻസ് എല്ലാം കൂടി എടുക്കുമ്പോൾ ആവറേജ് ആയിട്ട് പെർ പാസഞ്ചറിന് കിട്ടുന്ന പ്രോഫിറ്റ് വെറും $7.9 ആണ്. അതായത് നിയർലി $8 മാത്രമേ, അതായത് $7.9 മാത്രമേ പെർ പാസഞ്ചർ ഒരു പ്രോഫിറ്റ്
ഗ്ലോബൽ എയർലൈൻസിന് ആവറേജ് ആയിട്ട് 360 എയർലൈനും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതെന്നുള്ളത്. അതായത് സിമ്പിൾ വേ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഏതാണ്ട് 7.5 മുതൽ 8% പ്രോഫിറ്റ് മാർജിൻ. അതായത് 100, അതിൻ്റെ സിമ്പിളാണ്. അതായത് നിങ്ങൾ $100 കൊടുത്ത് ഒരു ടിക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ എയർലൈനിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $7.9 അല്ലെങ്കിൽ $8 എന്നുള്ളതാണ്. ബാക്കിയുള്ള ആ $100 തന്നെ, ആ ടിക്കറ്റിന് കൊടുക്കുന്ന $100 8% മാത്രമേ എയർലൈൻസിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം എക്സ്പെൻസാണ്. ഏതാ, ഫ്യൂവലിനുള്ള എക്സ്പെൻസ്, മെയിൻ്റനൻസിനുള്ള എക്സ്പെൻസസ്, സാലറി, ടാക്സസ്, എയർപോർട്ട് ഫീ, ലീസിങ് കോസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് പല ചിലവും പോയിട്ട് ചെറിയ ഒരു പീസ് ഓഫ് പൈ മാത്രമേ ഒരു എയർലൈൻസിൻ്റെ പ്രോഫിറ്റിലേക്ക് വരുന്നു എന്നുള്ള അദ്ദേഹം അതിനെ കമ്പയർ ചെയ്തിരിക്കണം. ഞാൻ പിന്നെ ഈ ലീ വാൾഷ്, അതായത് അയട്ടയുടെ അദ്ദേഹം പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഈ ഐഫോൺ കേസസ് ഇല്ലേ, ഈ ഐഫോൺ കേസസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ആപ്പിൾ കമ്പനി ഒരു ഐഫോൺ കേസ്, അത് സിലിക്കോൺ കേസ് ആയാലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലിയർ കേസ് ആണെങ്കിലും ശരി, പല റേറ്റിനാണ് ആപ്പിൾ സെല് ചെയ്യുന്നത്. $49 മുതൽ $59 വരെ. അതായത് പല റേഞ്ചിന് പല രീതിയിൽ. നമുക്കൊരു ആവറേജ് $50 എടുക്കാം. $50 ആപ്പിളിൻ്റെ ഫോണിൻ്റെ കേസുകൾ, മൊബൈൽ ഫോണിൻ്റെ കേസുകൾ ആപ്പിൾ വിൽക്കുന്നത്. ഈ ആപ്പിളിൻ്റെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഈ കേസസ് വിൽക്കുന്നതിൻ്റെ 40%, 50% പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ അവർക്ക് വലിയൊരു പ്രോഫിറ്റ് മാർജിനാണ്, ആപ്പിളിനെ സംബന്ധിച്ച് വലിയൊരു പ്രോഫിറ്റ് മാർജിനാണ് കേസ് വിൽക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു കേസിൻ്റെ പ്രൈസ് 49 വിചാരിക്കാം. $49 ആപ്പിൾ ഒരു ഐഫോണിൻ്റെ കേസ് വിൽക്കുമ്പോൾ ഏതാണ്ട് പ്രോഫിറ്റ് മാർജിൻ 45% കിട്ടുമെന്ന് വിചാരിക്കാം. 45% പ്രോഫിറ്റ് മാർജിൻ കിട്ടുമെങ്കിൽ അവർക്ക് എത്ര രൂപ കിട്ടും? $22 കിട്ടും. അതെ, അതായത് $49 ഒരു സാധനം വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എത്ര? $22 പ്രോഫിറ്റ്. എന്നാൽ എയർലൈൻസോ വെറും $8 കിട്ടുന്നത്. അതായത് 8% മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐഫോണിൻ്റെ കേസസ് മോർ പ്രോഫിറ്റബിൾ ദാൻ എ എയർക്രാഫ്റ്റ് ബിസിനസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ബോയിങ്, എയർബസ്, അല്ലെങ്കിൽ ഇൻഡിഗോ, അല്ലെങ്കിൽ റയൻ എയർ, അങ്ങനത്തെ പല കമ്പനികളും എന്തുകൊണ്ട് US മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ടോപ്പ് 5 വരുന്നില്ല, ആപ്പിളിനെ പോലുള്ള കമ്പനികൾ എന്തുകൊണ്ട് വരുന്നു? കാര്യം വെച്ചാൽ ഒരു ടോട്ടൽ വോളിയൂം ഓഫ് ബിസിനസ് ഒരു എയർലൈൻ ബിസിനസ്സിൻ്റെ എത്ര വലുതായിരിക്കും. എന്നാൽ ആപ്പിൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി, അതാണ് പറയുന്നത്. നമ്മളൊരു ബിസിനസ്സിനെ മുഖവരയിൽ കണ്ട് മാത്രം, അല്ലെങ്കിൽ ഏവിയേഷൻ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, ഒരുപാട് പേര് ട്രാവൽ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് ഫേസ് വാല്യൂവിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കൊള്ളാമെങ്കിലും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ലാഭം ഐഫോണിൻ്റെ കേസ് വിൽക്കുന്നു എന്നുള്ളതാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ ഈ ഐഫോണിൻ്റെ കേസിന് എത്ര വെയിറ്റ് വരും? ഒരു 12 മിനി, ഐഫോൺ 12 മിനി എനിക്ക് തോന്നുന്നു 25 ഗ്രാമാണ്. 25 ഗ്രാം വെയിറ്റേജ് എങ്ങാണ്ടുള്ളൂ ഐഫോണിൻ്റെ കേസിന്. എനിക്ക് തോന്നുന്നു ഐഫോൺ 17 പ്രോ മാക്സ് എനിക്ക് തോന്നുന്നു 82 ഗ്രാം അല്ലെങ്കിൽ 80 ഗ്രാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ ഉദ്ദേശം പറഞ്ഞാൽ ഐഫോൺ 17 പ്രോ മാക്സിന്, അതായത് ചെറിയൊരു ഫോണിന് 25 ഗ്രാം തൊട്ട് വലിയൊരു ഫോണിന് ഏതാണ്ട് 80 ഗ്രാം വരെ വരുന്നു വിചാരിക്കുക. എന്നാൽ ഒരു എയർലൈൻ എത്ര വരും? 400 ടണ്ണാണ്. അതെ, 400 ടൺ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ബിസിനസ്സിന് വെറും 8% പ്രോഫിറ്റും, എന്നാൽ വെറും 80 ഗ്രാമുള്ള ഒരു ഐഫോൺ കേസിന് ഏതാണ്ട് 45% പ്രോഫിറ്റും എന്നുള്ളതാണ്. അതുമല്ല, ആ ബിസിനസ് എക്കണോമിക്സ് ഒന്ന് നോക്കൂ. ഈ ആപ്പിളിൻ്റെ ഈ ഐഫോൺ കേസസിന് ബ്രാൻഡ് ഡ്രിവൺ ആണ്, ഹൈ മാർജിൻ ബിസിനസ്സാണ്, റിലേറ്റീവ്ലി സേഫ് ബിസിനസ്സാണ്. അതായത് കേസിലൊന്നും വലിയ എറേഴ്സ് ഒന്നും വരാനൊന്നുമില്ല, റെഗുലേറ്റഡ് അല്ല, ഹൈലി റെഗുലേറ്റഡ് ഒന്നുമല്ല. എന്നാൽ ഇപ്പുറത്ത് ഈ 400 ടൺ വരുന്ന ഒരു എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ റിസ്ക് ആലോചിച്ച് നോക്കും. അസറ്റ് ഹെവി. അവർക്ക് ആ ബിസിനസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മേടിക്കേണ്ട അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു വില കൂടിയ അസറ്റാണ്. ഹൈലി റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയാണ്, എറേഴ്സ് പ്രോൺ ആണ്. അതായത് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള കോസ്റ്റ്ലി മിസ്റ്റേക്കാണ്, ലോ മാർജിൻ ബിസിനസ്സാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ്സിൻ്റെ സൈസോ ഗ്ലാമറോ അല്ല ഒരു ഷെയർ പ്രൈസിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും
പ്രോഫിറ്റബിലിറ്റി ആണെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഒന്ന് ജസ്റ്റ് ആണ് രീതിയിൽ പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലാമറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമോ നോക്കി പോകരുത് എന്നുള്ളതാണ് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യം എന്നത്. ഇനി അനദർ US ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ December 20, അതായത് ഈ December 20 വീക്ക് എൻഡ് ചെയ്യുന്നല്ലോ, December 20 വരെയുള്ള ആ ആഴ്ചത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ജോബ്ലെസ് ക്ലെയിംസ് 2,14,000 എന്നുള്ളൊരു ഫിഗറാണ് US വന്നേക്കുന്നത്. അത് ഫോർകാസ്റ്റ് ചെയ്തത് 2,25,000 ആവും എന്നാണ് പ്രതീക്ഷിച്ചത്. ആ സ്ഥലത്ത് ഡിക്രീസ് ആയിട്ടാണ് വന്നത്. 2,14,000 ആണ്, എക്സ്പെക്റ്റേഷനേക്കാളും കുറവായിരുന്നു. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു അതിന് മുമ്പത്തെ വീക്ക്, ഞാൻ December 20 ആ ഒരു ആഴ്ചയിലെ കണക്കാണ് പറയുന്നത്, അതിൻ്റെ മുമ്പത്തെ വീക്ക്, കാര്യം ഈ ജോബ്ലെസ് ക്ലെയിംസ് എല്ലാ ആഴ്ചയും വരും, അതാണ് ആ ഡേറ്റയുടെ പ്രത്യേകത. അപ്പോൾ അതിന് മുമ്പേ ഉള്ള എനിക്ക് തോന്നുന്നു 2,24,000 ആയിരുന്നു. ആ 2,24,000 നിന്ന് കുറഞ്ഞ് 2,14,000 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജോബ്ലെസ് ക്ലെയിംസ് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു, ജോബ്ലെസ് ക്ലെയിംസ് 2,14,000 എന്ന് പറയുന്ന ഫിഗറിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ആഴ്ചയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഫയൽ ചെയ്ത വ്യക്തികളുടെ എണ്ണം 2,14,000. അതായത് എനിക്ക് ജോലിയില്ലാത്തത് കാരണം ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഫയൽ ചെയ്തു ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നവരുടെ മാത്രമേ വരുള്ളൂ. അതായത് 2-3 ആഴ്ചയായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ പുതിയതായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ 2,14,000 എന്ന് പറഞ്ഞാൽ 2,14,000 ആൾക്കാർ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാനായിട്ട് ഫയൽ ചെയ്തു എന്നുള്ള ആ ഫിഗർ കുറവാണെന്നുള്ള. അതിൻ്റെ അർത്ഥം ഈ ക്ലെയിംസ് ഫോൾ ചെയ്യുന്നു, ജോബ്ലെസ് ക്ലെയിംസ് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് കുറയുന്നു എന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം കുറയുന്നു എന്നുള്ളത്. അതായത് ഫ്യൂ പീപ്പിൾ ആർ ലൂസിങ് ജോബ്സ് എന്നുള്ളൊരു ഡേറ്റയാണ് വന്നത്. അതായത് ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് ക്ലെയിംസ് റൈസ് ചെയ്യണമെങ്കിൽ അർത്ഥം എന്താ? മോർ പീപ്പിൾ ആർ ലൂസിങ് ജോബ്സ് ആൻഡ് ലേബർ മാർക്കറ്റ് ഈസ് വീക്ക് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ലേബർ മാർക്കറ്റ് വീക്ക് എന്നല്ല, ലേബർ മാർക്കറ്റ് സ്ട്രോങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ ഇതൊരു കാര്യമുണ്ട്. ഇപ്പോൾ ക്ലെയിം റൈസ് ചെയ്യായിരുന്നു എന്ന് വെച്ചോ, നേരെ ഓപ്പോസിറ്റാണ് നടന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എക്കണോമി നന്നായിട്ടല്ല പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസസ് ഹയറാണ്. എന്നാൽ നല്ലൊരു ഫിഗർ വരികയാണെങ്കിൽ അർത്ഥം എക്കണോമിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഒന്നില്ലെങ്കിൽ റേറ്റ്സ് ഇതേപോലെ നിർത്തണം, അല്ലെങ്കിൽ റേറ്റ്സ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ആണ് സാധാരണ വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല അമേരിക്ക ഒരിക്കലും ഒരു റേറ്റ് ഇൻക്രീസ് സൈക്കിളിലേക്ക് പോകുന്നു, റേറ്റ് കട്ട് സൈക്കിൾ ആയിരിക്കും. മിക്കവാറും ജാനുവരി മോണിറ്ററി പോളിസിയിൽ അല്ലെങ്കിൽ FOMC മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു റേറ്റ് ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ബട്ട് ഈവൻ ദെൻ 2026 അമേരിക്കൻ എക്കണോമിസ്റ്റും ഗ്ലോബൽ അനലിസ്റ്റുകളും വിചാരിക്കുന്നത് ഏതാണ്ട് 2 റേറ്റ് കട്ട്സ്, അതായത് ഒരു 50 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് കട്ട് US ഉണ്ടാവും. ഏതായാലും ജാനുവരിയിൽ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ ജോബ്ലെസ് ക്ലെയിംസ് 2 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയും കിടക്കുകയാണെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ടാണ് സാധാരണ അമേരിക്കയുടെ ഹിസ്റ്ററി പറയുന്നത്. 3 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് പറയുന്നത്, നമ്മൾ പറയണമല്ലോ വളരെ മോശം കണ്ടീഷനാണ് എന്നുള്ളതാണ്. 2 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നമ്മൾ പറയും എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ പറയും. ഇപ്പോൾ 2,14,000 എന്ന് പറയുന്നത് വളരെ നോർമലാണ്, എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടിലും ബെറ്ററും കൂടിയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാ, മറ്റേ ആഴ്ചകളായിട്ട് ഈ ബെനിഫിറ്റ്സിന് അവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂയിങ് ക്ലെയിംസ് എന്നാണ്. ആ ഒരു ഡേറ്റയും കൂടെ സാധാരണ ഇതിൻ്റെ കൂടെ വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇനി ട്രഷറി മാർക്കറ്റിൻ്റെ ക്യൂസ് ഒന്ന് നോക്കുകയാണെങ്കിൽ 10-year ബോണ്ടിൽ ഏതാണ്ട് 3 ബേസിസ് പോയിൻറ്റ്സ് ഡൗൺ ആയി 4.134% ആണ് എന്നുള്ളതാണ്. ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ചേഞ്ച്, എനിക്ക് തോന്നുന്നു $62 per barrel ആണ് എന്നുള്ള. ബട്ട് ഒരു കാര്യം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, എനിക്ക് തോന്നുന്നു അമേരിക്ക ഹാസ് ലോഞ്ച്ഡ് എൻ എയർ സ്ട്രൈക്ക് ഓൺ ISIS ടാർജറ്റ്സ് ഇൻ നൈജീരിയ, അല്ലേ? അങ്ങനെ ഒരു ന്യൂസ് നമുക്ക് വന്നിരുന്നു. ട്രംപ് തന്നെയാണ് അത് പറഞ്ഞതെന്നുള്ളതാണ്. ഈ നൈജീരിയ ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. നൈജീരിയ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഗ്ലോബൽ ഓയിൽ പ്രൊഡക്ഷൻ്റെ 1.4 to 1.8% നൈജീരിയ കോൺട്രിബ്യൂട്ട്. വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല, എങ്കിലും നൈജീരിയ ഈസ് എ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രി എന്നുള്ള. അപ്പോൾ അവിടെ ഒരു സ്ട്രൈക്ക് നടന്നത് എസ്കലേറ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കണം. ഫസ്റ്റ് സ്ട്രൈക്കിൻ്റെ ന്യൂസ് വന്നിട്ട് പോലും ഓയിൽ മാർക്കറ്റിൽ വലിയൊരു അനക്കം കണ്ടിട്ടുള്ള $62 per barrel തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു CNBC റിപ്പോർട്ട് അമേരിക്കയിൽ വന്നത് എൻവിഡിയ, അതായത് എൻവിഡിയ ഈസ് സെറ്റ് ടു അക്വയർ ഒരു റൈവൽ സ്റ്റാർട്ടപ്പ് ചിപ്പ് കമ്പനി ആട്ടോ, ഗ്രോക്ക്, GROQ. ഗ്രോക്കിൻ്റെ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നു എന്നുള്ള. ഈ ഗ്രോക്കിന് ഈ പ്രൈവറ്റ് മാർക്കറ്റിൽ ഗ്രോക്കിന് ലാസ്റ്റ് കിട്ടിയ വാല്യുവേഷൻ എത്രയെന്ന് അറിയോ? $6.9 billion ആണ്. എന്നാൽ
NVIDIA ഇപ്പോൾ പേ ചെയ്യാൻ പോണത് 3 times ഓഫ് പ്രൈവറ്റ് വാല്യുവേഷൻ. 6.9 ബില്യൻ്റെ 3 times കൊടുത്ത് $20 billion ക്യാഷ് കൊടുത്താണ് ഗ്രോക്കിൻ്റെ ചില അസറ്റ്സ് NVIDIA മേടിക്കാൻ പോകണം. ഗ്രോക്കിൻ്റെ അസറ്റ്സ് എന്ന് വെച്ചാൽ ഗ്രോക്കിൻ്റെ ഡേറ്റാ സെൻറ്റർ എടുക്കുന്നില്ല. ഗ്രോക്കിൻ്റെ ഡേറ്റാ സെൻറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യും. ബട്ട് ഗ്രോക്കിൻ്റെ ആ ചിപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ചിപ്പിൻ്റെ ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും ആ ചിപ്പ് ഡിസൈനിൻ്റെ ഫെസിലിറ്റിയും പ്ലസ് ഈ ഗ്രോക്കിൻ്റെ നല്ല സീനിയർ എംപ്ലോയി ലെവലിലുള്ള ടാലൻറ്റും കൂടെ ചേർത്താണ് NVIDIA ഒന്ന് അക്വയർ ചെയ്യണത് എന്നുള്ള അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം. അതായത് ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ ഒരു പവർ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ കൂടി ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടല്ലോ സാർ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗ്രോക്കിനെ സംബന്ധിച്ച് ഒരു ലോ ലേറ്റൻസി പ്രോസസ്സറാണ്. ഈ ലോ ലേറ്റൻസി പ്രോസസ്സറാണ് ഈ ഗ്രോക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ ഈ NVIDIAക്ക് ഈ AI പുതിയ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് ബ്ലാക്ക്വെൽ റൂബിൻ എന്ന് പറയുന്ന സീരീസാണ്. ആ സീരീസിൻ്റെ ആർക്കിടെക്ചറിലേക്ക് ഇവരുടെ ഈ പറയുന്ന പോലെ ലോ ലേറ്റൻസി പ്രോസസ്സർ ഗ്രോക്കിൻ്റെ ലോ ലേറ്റൻസി പ്രോസസ്സറും കൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പുതിയ ഒരു ആർക്കിടെക്ചർ എനിക്ക് തോന്നുന്നു ഒരു വെർട്ടിക്കൽ മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു NVIDIA ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു. കാര്യം അവർ ഇതുവരെ ബൈ ചെയ്തതിൽ ഏറ്റവും വലിയൊരു അക്യൂസിഷനാണ്. പ്രൈവറ്റ് എന്താ പറയുക ഒരു പ്രൈവറ്റ് മാർക്കറ്റ് പ്ലേസിൽ ഏതാണ്ട് $6.9 billion ഉള്ള സ്ഥലത്ത് അവർ അതിൻ്റെ 3 times കൊടുത്തിരിക്കുകയാണ് അതിനെ എടുത്തിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഗ്രോക്കിൻ്റെ ഫോർമർ CEO ആയിട്ടുള്ള ജൊനാഥൻ റോസ്, പ്രസിഡന്റ് സണ്ണി മാഡ്ര ഇവരൊക്കെ ഏതാണ്ട് ഈ NVIDIAയിൽ ഒന്ന് ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ദിസ് ഇസ് എ വെരി കോസ്റ്റ്ലി അക്യൂസിഷൻ ആൻഡ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡീൽ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2019 ഇതിനു മുമ്പ് ഏതാണ്ട് $7 billion എനിക്ക് തോന്നുന്നു മെലനോക്സ് എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയെ NVIDIA മേടിക്കുന്നത്. അത് കഴിഞ്ഞ് 2025 ഈ ഒരു വലിയ അക്യൂസിഷൻ വരുന്നത്. ഡിസംബർ 2024 ഇവർ എനിക്ക് തോന്നുന്നു $700 million ബില്യൺ അല്ല $700 million കൊടുത്ത് റൺ AI എന്ന് പറയുന്ന വേറൊരു കമ്പനിയെ മേടിച്ചു. മെയ് 2024 DCI എന്ന് പറയുന്ന വേറൊരു കമ്പനിയും $300 million മേടിച്ചതിന് ശേഷമുള്ള ഒരു വലിയൊരു ഡീലാണ് എന്നുള്ളതാണ്. പിന്നെ ടെസ്ല സ്റ്റോക്കും ഞാനൊന്ന് US മാർക്കറ്റിൽ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ ആണെന്നുള്ള, അതായത് അവർ ഓസ്റ്റിനിൽ ഓട്ടോണോമസ് വെഹിക്കിൾ ടെസ്റ്റിംഗ് നടത്തി എന്നുള്ള റീസൺ കൊണ്ടാണെന്നുള്ള. ബട്ട് എനിക്കറിയില്ല, കാര്യം ആ കമ്പനിയെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 8 months ടെസ്ലയുടെ സെയിൽസ് എന്ന് പറയുന്നത് 24% ഡൗൺ ആണ്. അത് മാത്രമല്ല ഈ Q3 ഏർണിങ്സ് അവർ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് 37% ഡൗൺ ആണ്. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 220 times പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലാണ് ടെസ്ല ട്രേഡ് ചെയ്യണേ എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ദറ്റ് സ്റ്റോക്ക് ഇസ് ഓൾ ടൈം ഹൈ. ആ എക്സ്പെക്റ്റേഷനാണ് ആ പ്രീമിയം വാല്യുവേഷൻ മാർക്കറ്റ് കൊടുക്കുന്നത് എന്നുള്ള. ഇപ്പം ഞാൻ ടെസ്ലയെ കുറിച്ച് പറയുമ്പോൾ എലോൺ മസ്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എലോൺ മസ്ക് പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യം എന്നറിയോ, അതായത് നെക്സ്റ്റ് 12 to 18 months, അതായത് ഒരു കൊല്ലം തൊട്ട് 1.5 കൊല്ലം വരെ US GDP ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഏതാണ്ട് 10%, ഡബിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 10% GDP ഗ്രോത്ത്. ഇന്ത്യ ഇവിടെ ഗ്രോ ചെയ്യുന്നത് 6.5-7% ഗ്രോ ചെയ്യണത്. നമ്മൾ എന്നും പറഞ്ഞിരിക്കുന്നത് വി ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പറയുന്നത് എന്താ, ഒരു കൊല്ലം കൊണ്ട് അതായത് റിസഷൻ വരും എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ കുറിച്ച് പറയണത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാവില്ല, റിസഷൻസ് വരുന്ന പല എക്കണോമിസ്റ്റുകളും മോർഗൻ സ്റ്റാൻലിയോ മെറിൽ ലിഞ്ചും കണ്ടാണ് അത് ആദ്യം പറയണമെന്നല്ല. നമ്മൾ അന്നും പറയുന്നു അമേരിക്കൻ എക്കണോമി റിസഷനിലേക്ക് പോകില്ല എന്നല്ല. ഇപ്പോൾ ഇലോൺ മസ്ക് പറയണത് 2 digit ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത്. AI പ്രൊഡക്ടിവിറ്റി, AI ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് അറിയോ, അതായത് 2025 അമേരിക്കൻ GDPയുടെ 40% കോൺട്രിബ്യൂഷനും AI ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ആ AI ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാറ്റി വെച്ചാൽ അമേരിക്കൻ GDP വലിയ രീതിയിൽ ഗ്രോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണേ. അതൊന്ന് ആലോചിച്ച് നോക്കൂ എന്നുള്ള. അതായത് ഒന്ന് Q3 2025 അവരുടെ GDP ഗ്രോത്ത് എത്രയാണ്? 4.3% ആണ്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് വെറും 3.2% മാത്രം. അത് മാത്രമല്ല വിഷ്ണു, ഈ ടാരിഫ് കാരണം കിട്ടണ കണക്കനുസരിച്ചിട്ടേ ഈ ടാരിഫ് വരുമ്പോൾ ഈ പോർട്ടിലാണല്ലോ ഈ ടാരിഫ് നമ്മൾ കളക്ട് ചെയ്യണം. അമേരിക്കൻ പോർട്ടിലാണ് ഇത് കളക്ട് ചെയ്യണമെന്ന് വെക്കുക. $30 billion റവന്യൂ ആണ് മന്ത്ലി അമേരിക്ക കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഇതുവരെ $200 billion ടാരിഫ് കാരണം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അൺഇമാജിനബിൾ. ഇത്രയും വലിയൊരു എക്കണോമി ഈ രീതിയിൽ ഗ്രോ ചെയ്യുക, 10% ഗ്രോ ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി മാസീവ്. ഇത് ഇലോൺ മസ്കിൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ബട്ട് ഇത് നടക്കുക എന്നുണ്ടെങ്കിൽ ഇത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രഷ്യസ് മെറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും ഈ സ്റ്റേക്കിംഗ് ആഫ്റ്റർ എ റെക്കോർഡ് പ്രൈസ് സർജ്
അതൊരു ബ്രീത്തർ എടുക്കുകയാണെന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ സ്പോട്ട് പ്രൈസസ് ഏതാണ്ട് 0.4% ഡൗൺ ആയിരുന്നു ഗോൾഡിൽ. $, 4,469 പെർ ട്രോയ് ഔൺസിൽ ട്രേഡ് ചെയ്യണു. നമുക്കറിയാലോ 4,525.18 പെർ ട്രോയ് ഔൺസ് എന്ന് പറയുന്ന റെക്കോർഡ് ലെവലിൽ എത്തിയ ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇന്നൊന്ന് വരികയാണെങ്കിൽ മാർക്കറ്റിൽ തിൻ വോളിയൂംസ് ആണ്. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന വലിയൊരു ഇഷ്യൂ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇഷ്യൂ അല്ലെങ്കിൽ പോലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇൻഡോ-US ട്രേഡ് ഡീൽ എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോൾ റീസെൻറ്റ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഫിഗേഴ്സ് വന്നപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിന് യാതൊരു രീതിയിലെ കുറവും ഉണ്ടായില്ല. അമേരിക്കയിലേക്ക് തന്നെ അയക്കുന്നത് വളരെ നന്നായി അയക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ബട്ട് ഇൻഡോ-US ട്രേഡ് ഡീൽ ഈസ് ഗോയിങ് ടു ബി എ വെരി സെൻറ്റിമെൻറ്റ് പോസിറ്റീവ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എന്താ, ഡിസംബർ 12 ഇന്ത്യ ഒരു ഫൈനൽ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫൈനൽ ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള. ഇനി അമേരിക്ക ബോൾ ഇസ് ഇൻ US കോർട്ട്, US-ൻ്റെ കോർട്ടിലാണ്. US എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ചെറിയ റിപ്പോർട്ട്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നത് നമ്മൾ ഈ ഡിസംബർ 12 കൊടുത്തിരിക്കുന്ന ഫൈനൽ ഓഫറിൽ നമ്മൾ അമേരിക്കയുടെ ചില പ്രോഡക്ട്സിന് നല്ല രീതിയിൽ ടാരിഫ് മാറ്റും എന്നുള്ളതാണ് നമ്മൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് എഴുതി വെച്ചത് മനസ്സിലാക്കിയ കുറച്ച് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആൽമണ്ട്സ്, വാൾനട്ട്സ്, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾസ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, പിന്നെ പ്രീമിയം ലക്ഷറി മോട്ടോർ ബൈക്സ്, ഈ ഹാർലി ഡേവിഡ്സൻ്റെ കാര്യമൊക്കെ ആയിരിക്കും. ഇതിനൊക്കെ നല്ല രീതിയിൽ ഇളവ് കൊടുക്കാം എന്നുള്ളൊരു ഓഫർ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ എന്താ പറയുക, ഈ കൺഫേംഡ് അല്ലാത്ത സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാര്യം നമ്മൾ ഇന്ത്യ 2 ട്രേഡ് ഡീൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു. ഒന്നാമത്തെ ട്രേഡ് ഡീൽ എന്ന് പറഞ്ഞാൽ ഈ ടാരിഫ് മുഖാന്തരം, അതായത് അമേരിക്ക ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാരിഫും റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസും കാരണമുള്ള ആ 50% ടാരിഫിൻ്റെ ഡിസ്കഷൻ ഒരു സൈഡിൽ. അതുകൂടാതെ നമ്മുടെ ഒരു ലോങ് ടേം ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്, അതായത് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളും ഇപ്പോൾ US-ഉം തമ്മിൽ നടത്തുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ $191 ബില്യൺ. അതിനെ ഒന്ന് ഡബിൾ ചെയ്ത് $300 ബില്യൺ ട്രേഡ് ആക്കാനായിട്ട് ബൈ 2030 അതിൻ്റെ ഒരു BTA ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് ടോക്കപ്പ് 2 രീതിയിൽ ടോക്ക് നടക്കുന്നു. ഓൾറെഡി 6 റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത്. ബട്ട് ഒരു കാര്യം ഞാനൊന്ന് തുറന്നു പറയണത്, എൻ്റെ മനസ്സ് പറയുന്നത് വെച്ചാൽ ഇതെന്തെങ്കിലും ഒരു ദിവസം വരുമല്ലോ. നമ്മൾ പറഞ്ഞ ഡേറ്റ് പോലും തെറ്റിപ്പോയി. നമ്മൾ നവംബർ ലാസ്റ്റിന് വരുമെന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു ഫോർകാസ്റ്റ് നമ്മൾ നടത്തി, പാടെ നമ്മളത് പരാജയപ്പെട്ടു. 2027 നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നെങ്കിലും നമ്മൾ തെറ്റിപ്പോയത് നവംബർ ലാസ്റ്റോട് കൂടി ഈ പറയുന്ന പോലെ ടാരിഫ് വരുന്നതാണ്. അത് വന്നില്ല എന്നല്ല. ബട്ട് ഒരു കാര്യം ഞാൻ അടുത്തൊരു ബെറ്റ് എടുക്കുന്നത്, ഇനി എന്നാ വരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം ഞാൻ എന്തായാലും തോറ്റു, ഇനി ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. ബട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ടാരിഫ് മിക്കവാറും 19% എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്നറിയോ, വേറെ ഒന്നുമില്ല, ഇതിനകത്ത് വലിയൊരു എക്കണോമിക് കേസോ നമുക്ക് വൈറ്റ് ഹൗസിൽ നിന്നൊന്നും ഡീറ്റെയിൽസ് കിട്ടാനില്ല. പാകിസ്ഥാന് 19%. അപ്പോൾ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു ₹1 കൂടുതലോ കുറവോ കിട്ടാൻ ചാൻസ് ഇല്ല. കാര്യം അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ഇന്ത്യയും ഒരുപോലെ കാണേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാനിന് 19% ടാരിഫ് കുറച്ച് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ത്യയും 19% വരും എന്നുള്ളൊരു ഗസ്സാണ് എൻ്റെ കയ്യിൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്കൊന്നൊരു ഓപ്പണിംഗ് അവേഴ്സ് ഇന്ന് നമുക്ക് അവസാനിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസംബർ 30 ഈ പറയുന്ന പോലെ നമുക്കൊരു സ്പെഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ 2026 എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചില കാൽക്കുലേഷൻസും 2025 നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് കറക്റ്റായി എന്നുള്ളതും അത് വെച്ചിട്ട് 2026 എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട്. ഡിസംബർ 31 ഞാൻ ചിലപ്പോൾ എനിക്കൊന്ന് വരാൻ പറ്റിയില്ല. എനിക്കൊരു പേഴ്സണൽ അച്ഛൻ്റെ ബലി കാരണം എനിക്കൊന്ന് ലീവ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസംബർ 30 പ്രീപോൺ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. സുരേഷ് സാർ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു വീക്കിലെ ട്രേഡിംഗ് അവസാനിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയണം, നമ്മളോട് ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening Hours with MyFin.